വെൽക്കം ടു ദി വിന്നേഴ്സ് അക്കാഡമി ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് NIOSന്റെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 14 ഇൻ ദി ബസർ ഓഫ് ഹൈദരാബാദ് എന്ന ലെസനാണ്. ഇതൊരു പാഠമല്ല, ഒരു യാത്രയാണ്. സരോജിനി നായിഡു എന്ന കുട്ടി ഹൈദരാബാദിലെ ബസറിലൂടെ നടക്കുകയാണ്. ഒരു ദിവസം കവി ബസറിൽ ചെന്ന് ഓരോ കച്ചവടക്കാരനോടും ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ വിൽക്കുന്നത്? അവർ പറയുന്നു, ഞങ്ങൾ കടും ചുവപ്പും വെള്ളി നിറത്തിലുള്ള തലപ്പാവുകൾ, പർപ്പിൾ നിറത്തിലുള്ള പട്ടുകുപ്പായങ്ങൾ, അമ്പർ കല്ല് വെച്ച കണ്ണാടികൾ, ജേഡ് കല്ല് പിടിപ്പിച്ച കത്തികൾ വിൽക്കുന്നു. അവിടെ നിറങ്ങളുടെ ഒരു ഉത്സവമാണ്. കണ്ണിന് കൗതുകവും ഉണ്ടായിരുന്നു. പലചരക്ക് കടയിൽ കുങ്കുമം, അരി, പരിപ്പ് തൂക്കി വിൽക്കുന്നു. അടുത്തു തന്നെ പെൺകുട്ടികൾ ചന്ദനം, മൈലാഞ്ചി, സുഗന്ധദ്രവ്യങ്ങൾ പൊട്ടിക്കുന്നു. അവിടെ നിന്ന് നല്ല മണം വരുന്നു. മൂക്കിന് സുഖം. ഇത് ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളാണെന്ന് സരോജിനി നായിഡുവിന് മനസ്സിലായി. മൂന്നാമത്തെ കട കളിപ്പാട്ട കടക്കാർ. അവർ ചെസ്സിന്റെ കരിക്കുകളും ആനക്കൊമ്പിന്റെ ഡാൻസും വിൽക്കുന്നു. ആളുകൾ ഒഴിവു സമയത്തിലെ വിനോദമായിരുന്നു അത്. നാലാമത്തെ കട സ്വർണ്ണ പണിക്കാർ. ഇതാണ് ഏറ്റവും പ്രധാനം. അവർ എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് എന്ന് നോക്കൂ. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കൈവളകളും തളകളും മോതിരങ്ങളും, പ്രാവുകൾക്ക് കെട്ടാൻ ചെറിയ മണികൾ, നർത്തകർക്ക് അരയിൽ കെട്ടാൻ അരപ്പട്ട, രാജാക്കന്മാർക്ക് സ്വർണം ഉറയുള്ള വാളുകൾ. ഒരേ കടയിൽ തന്നെ പാവപ്പെട്ടവൻ മുതൽ രാജാവ് വരെ ഇതാണ്. അവസാനത്തെ കടകൾ. ജീവിതത്തിൻ്റെ അവസാനം. പഴക്കാർ. നാരങ്ങ, മാന്തള നാരങ്ങ നാവിന് രുചി. സംഗീതക്കാർ. സിത്താർ, സാരംഗി, ഡ്രിം വായിക്കുന്ന ചെവിക്ക് സംഗീതം. മാന്ത്രികർ ചൊല്ലി എല്ലാവരെയും മയക്കുന്നു ഒരു നിഗൂഢത. പൂക്കാരി പെൺകുട്ടികൾ. അവർ എന്താണ് നെയ്യുന്നത്? കല്യാണത്തിന് മാലകൾ, വധുവിന് കിരീടങ്ങൾ, മരിച്ചവർക്കായി വെളുത്ത പൂക്കളുടെ ഷീറ്റുകൾ. ഇവിടെ കവി നിർത്തുന്നു. കല്യാണം മുതൽ മരണം വരെ ഇതാണ് ജീവിതം ചക്രം, സൈക്കിൾ ഓഫ് ലൈഫ്. ആഘോഷം, സ്നേഹം, ദുഃഖം എന്നൊക്കെയാണ് കവി നമുക്ക് ഈ പാഠത്തിൽ പറഞ്ഞു തരുന്നത്. ഈ കവിതയിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? ഇന്ത്യയുടെ ആത്മാവ്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്ന സമയത്ത് എഴുതിയ കവിതയാണിത്. നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ എത്ര മനോഹരമാണ്, വിദേശ സാധനങ്ങൾ വേണ്ട എന്ന് പറയാതെ പറയുകയാണ്. ഇതൊരു സ്വദേശി പ്രസ്ഥാനം കൂടിയാണ്. യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി. ഒരു ബസറിൽ എല്ലാ മതക്കാരും, എല്ലാ ജാതിക്കാരും, എല്ലാ തൊഴിലുകാരും ഒരുമിച്ച് ജീവിക്കുന്നു. The poem celebrates Indian cultural and richness, traditional craftsmanship, and unity in diversity, while symbolizing pride in ignorance and goods and residence in colonial influence. എന്നതാണ് ഈ കവിയിൽ സരോജിനി നായിഡു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. താങ്ക് യു. എല്ലാവരും വായിച്ചു പഠിക്കുക. എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോവുക. താങ്ക് യു.